അമ്മേ എന്നാന്ന് പണിയെടുക്കുന്നടോ? അപ്പോൾ കുറച്ച് നട്ടിക്കൂരു ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കൊത്തി കളിച്ച് ഇവിടെയെല്ലാം നട്ടു കൊടുക്കുന്നത്. അപ്പോൾ അര നട്ടു, കുറച്ചപ്പുറം നട്ടിട്ട് എല്ലാം തിരിയെടുത്തിട്ടുണ്ട് കുറേശ്ശെ. പിന്നെ ഇതാ നല്ല അയിലമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നെല്ലിക്കൂട്ടിട്ട് കറി വെച്ചാലോ? അതന്നെ, അയില കിട്ടിയാട് ഞാൻ ആദ്യം അതാന്ന് വിചാരിച്ചിന്. നെല്ലിക്കയില്ലേ, നമുക്ക് ഉണക്ക നെല്ലിക്ക എടുത്ത് കറി വെക്കാമെന്ന്. കറി വെക്കാം. ആടെ ഒരു നേന്ത്രമഴ ഉണ്ട് ചെയ്യും, അത് ഒടിഞ്ഞു കൊണ്ടിട്ടുണ്ട്. കറിക്കായ ആയിട്ടുണ്ടാവും. അത് കൊത്തിയിട്ട് വട്ടം വറുക്കാല. നല്ല രസം ഉണ്ടാവും നേന്ത്രക്കായ് വട്ടം വറുത്താല്. പിന്നെ നമ്മളെ അയിലക്കറി. വിജയ് കൊല കൊത്താൻ പോകുമ്പോ നമ്മളെ തക്കാളി വൈനിങ് എല്ലാം വിത്തായിട്ടതാ. അതെ, കൊല കൊത്താൻ പോകുമ്പോന്ന് കണ്ടിനി കേട്ടോ. അതാ ഇതെല്ലാം വരമുള്ളി ഒന്നിനല്ല, നമ്മ മുന്നേ നട്ടയാന്നേ തക്കാളി വഴുതനങ്ങ. ഇത് നല്ല പച്ച എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പോലത്തെ തക്കാളിന്റെ മാതിരി. അതെ, നമ്മ തക്കാളി ഇല്ലേ, അത് നമ്മ പഴുക്കുന്നതിന് മുന്നേ ഒരു കളറില്ലേ, പച്ച ഒരു വെള്ളയും പച്ചയും കളർന്ന ഒരു കളറ്. അതാണ് കേട്ടോ ഈ വഴുതനങ്ങേന്റെ ഒറിജിനൽ കളറ്. ഇതിപ്പോ ഇതാ പഴുത്തിട്ട് ഈ ഒരു കളറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ വിണ്ട് കീറലായി. ഇതെന്നെ നട്ടിട്ട് നമുക്ക് കുറേ തയ്യാക്കാം. ഇത് തയ്യാവും ഇപ്പം. ഇത്രയും പൈനിങ് എന്തിനും തരം വേണ്ട. ഒന്ന് കുറിച്ചിട്ട് നമുക്ക് നടാം. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം വിത്ത്. മുതുമ തന്നെ നടാൻ വേണ്ടിട്ട് ഉണങ്ങാൻ വെക്കാം. മറ്റേ നമ്മളെ അപ്പുറവും ഉണ്ട് കേട്ടോ, അമ്മേന്റെ അവിടെ അടുക്കളത്തോട്ടത്തിന്റെ അടുത്ത് ചാക്കലും ഉണ്ട്. അത് നമ്മ ഇതിന്റെ ഇടക്ക് പറിച്ചിട്ട് വറുത്തിന് പൊരിച്ചിന്. മീനെല്ലാം പൊരിക്കും പോലെ നല്ല ടേസ്റ്റ് ആണ്. ഒന്നും കൂടെ ഉണ്ട് അപ്പുറമായിട്ട് ചേർത്തും വരും. അതെ, അത് കാണിച്ചു കൊടുക്കാം. കോലാത്താമ്പോ നട്ടി നടാൻ വേണ്ടിട്ട് കളക്കുമ്പോ ഇതാ കുറച്ച് താളം കിഴങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടാ. കുങ്കോട്ടെ തണലത്ത് നോക്കട്ടെ. വെയിലത്ത് വെച്ചാൽ അതിൻ്റെ തണലെല്ലാം വിണ്ട് കീറിയിട്ട് അത് ലൂസാവും ചെയ്യും കൊത്തുമ്പോൾ. അതെ, നമുക്ക് കൊല കൊത്താൻ പോവാം. മൂത്തൊന്നും അറിയില്ല. കുറേ ദിവസമായി അതിന് പുട്ട് കൊടുക്കാന്നെല്ലാം പറയുന്നു. അപ്പൊ ഇതിന് ഒടിഞ്ഞു വീണു അല്ലേ? തുമ്പി തുറന്നിട്ടാന്ന് ചെയ്ത് ഒടിഞ്ഞു പോയി. എല്ലാം തുമ്പി തുറന്നല്ലേ? വലിയ പണ്ട നമ്മത് നവ്വാ ഈ നിയന്ത്രണമായക്കൽ എന്തോ ഉണ്ട് ഒരു പ്രാണി. ഇപ്പൊ കറിക്കായ കറിക്കായ ഇത് താങ്ങേണ്ട ചേച്ചി അതിനുണ്ടായിട്ടാ വാഴക്ക്. അതെ, അത് തുമ്പി തുറന്നിട്ടായിരിക്കും അത് ഒടിഞ്ഞു കൊണ്ടുണ്ടാവല്. അതിന്റെ കാമ്പ് എല്ലാം തുമ്പി തുറന്നിട്ടുണ്ടാവും. നമുക്ക് കറി വെക്കേണ്ട ഭാഗത്തിലായി കേട്ടോ. കറിക്കായി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഭാഗ്യം തന്നെ. അതാ ഒന്നവിടെ കൊലക്കുന്നുണ്ട്. ഇവിടെ കൊല വരുന്നുണ്ട് കേട്ടോ. നല്ല ഇതിന്റെ വെയിറ്റ് കൊണ്ടേ പൊട്ടിയിട്ടുണ്ടാവര്. പിന്നെ വണ്ട് വരക്കും ചെയ്തില്ലേ നമ്മളെ നെല്ലിക്ക. കുറച്ച് മതി, വേണ്ട. ഇത് കൂട്ടുമ്പോ പുളി കൂട്ടണ്ടമ്മ? കുറച്ച് പുളി കൂട്ടണം. അതെ അല്ലേ? പാട് പുളി വേണ്ട. നമുക്കൊന്ന് കുത്തിയിട്ട് വെള്ളത്തിലിട്ടോ. കുത്തണം എങ്ങനെ? ഇത് ഇതിൻ്റെ കുരു ഇന്നൊന്നും എടുക്കണ്ടേ നമുക്ക്? ഒതിരുമ്പം പോവില്ലേ? കുത്തിയിട്ട് വെള്ളത്തിലിട്ടണം. എന്നിട്ട് തേങ്ങേൻ്റെ പരക്കണം. തേങ്ങേൻ്റെ അരപ്പരാന്ന് ഇത് അരച്ചെടുക്കണ്ടല്ലേ? അമ്മമ്മ എന്ന് പണിയെടുക്കുന്ന നോക്കിയിട്ട് രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അവർക്ക് നെല്ലിക്കാന്ന് പറഞ്ഞ വെറിയാന്ന്. ഇനിയിപ്പോ ഇതും കൂടെ തിന്നാൻ പറ്റുമോന്നാ നോക്കുന്നത്. അതിന്റെ വായിൽ ഓൾറെഡി ഉണ്ട് ഉപ്പിലിട്ട നെല്ലിക്ക. അത് നിർത്തുവാ? വട്ടം പേർക്കായി. വട്ടം പേർത്ത നല്ല രസമാണ്. വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളി ഇട്ട് വെളിച്ചെണ്ണ നനച്ചാൽ നല്ലതായി. അമ്മ തളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തെങ്ങുമൊക്കെ കുഞ്ഞു തെങ്ങുമ്പോ പിടിച്ചില്ല. നമ്മളെ ലോകൂന് വരെ പറിച്ചെടുക്കാനാവും അല്ലേ? എനിക്കിതാ
രണ്ടുപോലെ നിറച്ചും പിടിച്ചിന് ഞാൻ ഓരോന്നോരോന്ന് ഇവന്നേനെ പറിച്ചിട്ട് പോലാണ്. അത് എന്ത് തേങ്ങ ഇത് 90 തേങ്ങയാണ് കേട്ടാ. ഇത് കറിക്കേ പറ്റുള്ളൂ, മറ്റൊന്നും ആവില്ല. പിന്നെ കറിക്ക് ഇങ്ങനെ കൊപ്പരയാക്കാൻ അങ്ങനെ ആവില്ല അല്ലേ, കറിത്തേങ്ങ. എന്നാലും പിടിക്കുന്നില്ല, അത് മതി. അത്രയായിട്ട് നട്ടിട്ട് 4 കൊല്ലത്തെ അപ്പൊ തന്നെ പിടിച്ചിട്ടുണ്ട്. അതി വെള്ളത്തിനകത്തൊക്കെ ഇളനീരാ വെള്ളം നമുക്ക് ലോകു കാണാണ്ടാവും. ഇത്രയേരം നട്ടിട്ട് അമ്മ ഇതായിക്കും. ഞാൻ സഹായിച്ചിട്ടേ കട്ട പൊട്ടിക്കാല്ലേ, കിളക്കുമ്പോ കട്ടയാന്ന് മണ്ണ്. അത് മുമ്പേ JCB അലയിലേക്ക് കേറിയിട്ട് അങ്ങനെ അമ്മ നല്ല നട്ടിയിടുന്ന സ്ഥലമല്ലേ ഉണ്ടായി. ഇത്ര നട്ടിയുണ്ടാക്കി മുട്ടി കൊണ്ട് കട്ട ഉടച്ച് പൊട്ടിക്കലാന്ന് 2 ആളി പണിയുണ്ടായി. കുറച്ച് കുഞ്ഞുവിനെ എടുക്കണേ പറയുമ്പോ ലോകുന. പച്ചക്കായ ഇതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞളും ഉപ്പും 3 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് വെന്ത് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് തേങ്ങയും വെളുത്തുള്ളി അരച്ചതും ചേർത്തിട്ട് പച്ച വെളിച്ചെണ്ണയും നനച്ചിട്ട് വാങ്ങാം. അതിൻ്റെ ഇടക്ക് അമ്മ കാരപ്പത്തിന് അരക്കാൻ പോയി കേട്ടാ. വൈകുന്നേരം നമുക്കൊരു ഓർഡർ ഉണ്ട് കാരപ്പത്തിന്. അപ്പം കൂട്ടുകൂട്ടിയൊക്കെ ഉണ്ട്. അമ്മ വരുമ്പോൾ തന്നെ ഞാൻ കായല അടുപ്പത്ത് വെച്ചു കേട്ടാ. തേങ്ങ കൂട്ടാനായിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തിടേ നമ്മ നല്ല വെളിച്ചെണ്ണ അനക്കിയോ? അങ്ങനെ മതി. വെളിച്ചെണ്ണ അങ്ങനെ അല്ലെങ്കിൽ വറുത്തിടുന്ന വെളിച്ചെണ്ണ അനക്കാൻ തോന്നും. വെളിച്ചെണ്ണ അനച്ചു കൊടുക്കാം അല്ലേ? അതെ. പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുത്തിട്ടുണ്ട്. കടുവും കറിവേപ്പിലെല്ലാം വറുത്തിട്ട് കൊടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടാ. പിന്നെ നമുക്കെല്ലാം വേണ്ട പണിയാണ്. അതെ, ഇന്ന് കുറച്ച് തിരക്കില് വസുവല്ലേ. രാവിലെ കുറച്ച് നട്ടീൻ്റെ പണിയെല്ലാം എടുത്തിട്ട് അങ്ങനെയും സമയം പോയി. അങ്ങനെ നമ്മളെ കായ് വട്ടം വറുത്തത് ഇടാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അയിലക്കറീൻ്റെ പരിപാടി നോക്കാം. ഇതാ ഉള്ളിയും 2 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഉള്ളിയും പച്ചപ്പറങ്കിയും ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയും പച്ചമുളകെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അരവ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം അമ്മ കാരപ്പത്തിൻ്റെ കൂട്ടെല്ലാം കൂട്ടി വെച്ചു. ഇനി മീൻ വേകുമ്പോഴത്തേനും തേങ്ങ അരക്കിയെന്നേ. നെല്ലിക്കേൻ്റെ കുരുവെല്ലാം കളയാൻ കുറേ പാട് കിട്ടും തോന്നലമ്മ. ഉണങ്ങിയതായിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അപ്പം നെല്ലിക്കയും തേങ്ങയെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നെല്ലിക്ക ചേർത്ത മീൻകറി പിറ്റേ ദിവസത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവുമെന്നറിയില്ല. ഇത് ഇനി പിറ്റേ ദിവസത്തേക്ക് ഉണ്ടാവും രാത്രിയിൽ മീൻ. അല്ല സ്വതവേ നല്ല രസമാണ് കുടിക്കാൻ. തലേന്ന് രാത്രിക്ക് ആക്കി വെക്കണം അല്ലേ? എനിക്ക് പിറ്റേന്ന് എടുക്കണം. പിറ്റേന്ന് എടുത്തിട്ട് വെക്കണം. നല്ല രസമാണ്. അത് കണക്കന്നെ കുടമ്പുളി ഇട്ട മീൻകറി അറിയാനായിട്ടാണ്. ഇതാ ലാസ്റ്റ് നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചത് റെഡി ആയിട്ടുണ്ടേ.
ചമ്മന്തി പോലെ ഉണ്ടാമ ചമ്മന്തി ഉടക്കലായ ആക്കിയിട്ട് പിന്നെ തുടക്കല് ഒരു നുള്ളി ഇതാ കുരുമുളക് അരച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പൊടി പൊടി പോലെ മീനും പൊരിത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ കൂട്ടി കൊടുക്കാം. അമ്മ ഇപ്പം ഇങ്ങനെ തേങ്ങ കൂട്ടല് മീനിന്റെ ചാറെടുത്തിട്ട് തേങ്ങയിലേക്ക് ഒഴിക്കും, എന്നിട്ട് അമ്മ അതിലേക്ക് ഇടും. ഒഴിക്ക് അതിലുള്ള തല മൊത്തം തിന്നിട്ട് ഒരേ കരച്ചിലാണ്. അപ്പൊ ഇതിന്റെ മണം കെട്ടിച്ചു കിട്ടും. നെല്ലിക്ക കൂട്ടിയ മീൻകറിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വാങ്ങാല്ലേ, ഇറക്കി വെക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പലുണ്ട്, കണക്കായ പൊടിയുണ്ട്. കൊറേ കാലായി നെല്ലിക്കരച്ച കറി കൂട്ടിയിട്ട്. ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കറി റെഡിയായി കേട്ടാ. നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ നല്ല സെറ്റായിട്ട് വരും. അപ്പത്തിന് ചട്ടി കാലിയാവും. നെല്ലിക്ക ഇഷ്ടമാതിരി ഉണ്ട്. അയില കിട്ടുമ്പോ ആദ്യം വെക്കും. അതെ. അപ്പം നമ്മൾ ചോറ് കഴിക്കലായേ. എന്താ അയിലക്കറി. അതിക്കൂട്ടൻ ഇതുവരെ നെല്ലിക്ക അരച്ച അയിലക്കറി കഴിച്ചിട്ടുണ്ടാ? ലോകൂട്ടൻ നേരത്തെ ചോറ് കഴിച്ചിട്ട് ട്യൂഷന് പോയി കേട്ടാ. ചൂടുണ്ട്. ചൂടുണ്ട്. ചോറ് ചൂടില്ലല്ലോ, കറിയുടെ ചൂടില്ലേ. മീൻ കഴിച്ചേച്ചി? ആ കഴിക്ക. പനക്കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് പറ ഉണ്ടാ. നല്ല മണലും ഉണ്ട് കേട്ടാ. തണിയണല്ലേ, തണിഞ്ഞ് നല്ല സെറ്റാവണം. തമിഴ് ചോറിലേക്കാണ് സൂപ്പറാ. അപ്പം നമ്മളെ നാടൻ കായ്, നേന്ത്രൻ കായ് വറുത്തത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, നമ്മളെ തന്നെ അല്ലേ, ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. കുറച്ച് വെണ്ണീരും കുറച്ച് കോഴിയോടെല്ലാം അതിൻ്റെ മറ്റം കൊണ്ടിട്ടിന് അന്നേ. അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നമ്മ തന്നെ ഉണ്ടാക്കിയതല്ലേ, അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഉണ്ടാവും. അത് എല്ലാം കഴിക്കണം കേട്ടാ. നമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ലേ. ഓൻ കഴിക്കുന്നുണ്ട്. അവനിപ്പം അതെല്ലാം തിന്നാൻ തുടങ്ങി. ഇനി മുന്നേ ഒന്നും വറവൊന്നും തിന്നൂല. ആകെ ബീട്രൂട്ട് വറവ്, കാബേജ് വറവ്, ഇത് രണ്ടും മാത്രമേ തിന്നില്ല. ഇപ്പം എല്ലാം ചാറ് മാത്രം. ഇപ്പം എല്ലാം മുരിങ്ങയിലെല്ലാം കഴിക്കാൻ തുടങ്ങി. അപ്പം അതിൽ കിട്ടുമ്പോൾ എല്ലാവരും അതെ, അതിൽ കിട്ടുമ്പം മാത്രല്ല നെല്ലിക്ക കിട്ടുമ്പോൾ എല്ലാരും ഇതുപോലെ ഉണക്കി. നെല്ലിക്ക ഇപ്പോൾ കിട്ടും. ഇങ്ങനത്തെ ഉണക്ക നെല്ലിക്കെല്ലാം വിൽക്കുന്നുണ്ട്. അതെ അല്ലേ, ബസാറിലെല്ലാം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കിട്ടുമ്പോൾ ഉണക്കിയിട്ട് വെക്കുകയും ചെയ്യാം. ഇപ്പം ഇനി ഇങ്ങോട്ടെല്ലാം ആകുമ്പോൾ ഇനി മീനിന് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അയിലെല്ലാം. അപ്പം ഇങ്ങനെല്ലാം വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം അയിലയും നെല്ലിക്കയെല്ലാം ഇതേപോലെ ഒത്ത് കിട്ടുമ്പം എല്ലാവരും ഇതേപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റും അറിയിക്കണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇതാ ചെറിയ ഒരു ഉച്ചവിശേഷമായിട്ടില്ലേ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.